തൃപ്പുനയിൽ താമിനിഘട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. 38 വയസ്സുള്ള സ്വപ്നിൽ ദവാഡയാണ് മരിച്ചത്. യുവാവ് അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ അവിടെ ലോണോവാലയിൽ കുടുംബം ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഒരു ദുരന്തം കൂടി. ശ്രീനാഥ്, ഉന്മേഷ്, അതിസാഹസികത എങ്ങനെയാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നതിന് തെളിവാണ് ഈ യാമിനി ഘട്ടിൽ സംഭവിച്ച കാര്യം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. മുൻ സൈനികൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ അപകടത്തിൽപ്പെട്ട സ്വപ്നിൽ ദവാഡെ. അദ്ദേഹത്തിന്റെ ജിമ്മിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ഏതാണ്ട് 32ഓളം പേരടങ്ങുന്ന ഒരു സംഘം ആളുകളോടൊപ്പമാണ് ഈ യാമിനി ഘട്ടിലേക്ക് വരുന്നത്. നിലവിൽ ഈ മൺസൂൺ കാലത്ത് അപകടകരമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് അവിടെ വലിയ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് എങ്ങനെ ഈ സംഘം ഉള്ളിലേക്ക് എത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പിന്നീട് യാമിനി ഘട്ടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ഓരോരുത്തരെ എടുത്തു ചാടുന്നു. അതിലാണ് സ്വപ്നിൽ വലിയ ശക്തമായ ഒഴുക്കൽപ്പെട്ട് പിന്നീട് വെള്ളച്ചാട്ടത്തിൽ മുന്നോട്ട് ഒലിച്ചുപോയി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അദ്ദേഹത്തോടൊപ്പമുള്ള ചില സുഹൃത്തുക്കൾ പാറയിലൊക്കെ തള്ളിപ്പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന കാഴ്ച കാണാം. അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. ഏതായാലും മൃതദേഹം അധികം ദൂരെ അല്ലാതെ 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ കിട്ടുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഏതായാലും കടുത്ത ഒരു അനാസ്ഥ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ അവരെ തടയാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഞെട്ടിക്കുന്നതാണ്. ഏതായാലും വലിയ നിയന്ത്രണങ്ങൾ മറികടന്ന് ചെന്ന ഒരു സംഘമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്തിയത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറ്റു മഴക്കാലത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജാഗ്രത പുലർത്തേണ്ടതിന്റെ ഒക്കെ തന്നെ ആവശ്യകതകൾ ഈ 2 സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരി ശ്രീനാഥ്, മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആ സംഭവം അത് അത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന മുന്നറിയിപ്പ് കൂടിയായി മാറുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.